ഇത് മാസ് മോട്ടോഴ്സിൽ നമ്മളെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ എൻജിൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്രോൾ മീറ്റർ ചില സമയങ്ങളിൽ വർക്കിംഗ് അല്ല, ലെവൽ കറക്റ്റ് കാണിക്കില്ല. അതാണ് മെയിൻ കംപ്ലയിൻറ്റ്. പിന്നെ ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ എൻജിൻ സൗണ്ടുമായി ബന്ധപ്പെട്ട വർക്ക് നമുക്ക് ക്യാം ഷാഫ്റ്റ് അങ്ങനെ കുറച്ച് കംപ്ലയിൻസുകളാണ്. ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയത് എൻജിൻ സൗണ്ട് കൂടാതെ കൊണ്ട് വണ്ടിക്ക് ബ്രേക്ക് വളരെ കുറവാണ്. അത് നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുക. ഈ സൈഡിൽ ഫുള്ള് ലോഡായേക്കുക. അപ്പോൾ ബ്രേക്ക് കേബിൾ ബാക്കിലത്തെ മാറണം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊക്കെ പുതിയതാണ് കിടക്കുന്നത് കേട്ടോ. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ അയച്ചു നോക്കിയിട്ട് മിക്കവാറും അതും കൂടി മാറ്റേണ്ടതായിട്ട് വരും. നമുക്ക് സൗണ്ടിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എൻജിൻ ഹെഡിനകത്താണ് അതിൻ്റെ പ്രോബ്ലം വന്നാണ്. ഹെഡിനകത്ത് വരുന്ന ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിൻ്റെ ഈ സൈഡിൽ വരുന്ന ബെയറിങ്, ഇത്രയും ബെയറിങ് പ്ലേ കാണിക്കുന്നുണ്ട്. അതാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം കേട്ടോ. അപ്പോൾ നമുക്കത് ക്യാം ഷാഫ്റ്റ് മാറ്റിയിടണം. പിന്നെ അതേപോലെ ഈ ക്യാം ചെയിൻ, ഇതിൻ്റെ ഉള്ളിൽ വന്ന ചെയിൻ്റെ ഒരു ടെൻഷനർ യൂണിറ്റ് ഉണ്ട് ഇതിൻ്റെ ഭാഗത്തായിട്ട്, അതും ലൂസായി കിടന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് മെയിൻ കംപ്ലയിൻറ്റ്. വണ്ടി ഈ സൈഡിലേക്ക് നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ആ കവറൊന്ന് അഴിച്ചു നോക്കി, ക്ലച്ച് ഭാഗം അഴിച്ചു. അതിൻ്റെ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ഇവിടുത്തെ ഓയിൽ സീൽ പോയിട്ട് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് ആവണം. അത് ശരിക്കും പറഞ്ഞാൽ ക്രാങ്ക് അലൈൻമെൻറ്റ് വ്യത്യാസം വരുമ്പോഴാണ് സ്വാഭാവികമായിട്ട് ഓയിൽ സീൽ അടിച്ചാൽ നിൽക്കാത്തതിൻ്റെ കംപ്ലയിൻറ്റ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ലോണം ഓയിൽ ലീക്കായിട്ട് വന്നാണ് ഈ കാണുന്നത്. മൊത്തം ഓയിൽ കഴിയാനാണത്. അത് ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഓയിൽ വന്നിങ്ങനെ കെട്ടി കിടക്കണം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം. ക്രാങ്ക് അലൈൻമെൻറ്റ് പുറമേ നിന്ന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ട് ഓയിൽ സീൽ മാറ്റി പുതിയതടിച്ച് സെറ്റ് ചെയ്യാം. പക്ഷേ പ്രോബ്ലം ശ്രദ്ധിച്ച് കേൾക്കുക, ഈ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ആണ്. അത് നമ്മൾ ലെവൽ അടിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അതേ രീതിയിൽ തന്നെ വരും, ഓയിൽ ലീക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ കണ്ടതുകൊണ്ട് ആ ഭാഗം ക്ലിയർ ചെയ്യണമെന്നുള്ളൂ, ശാശ്വത പരിഹാരമല്ല. ഈ വണ്ടിക്ക് ശാശ്വത പരിഹാരം ഇല്ല. മാസ്റ്റർ എഡ്ജിന് പ്രത്യേകിച്ച് അങ്ങനെ ചെയ്താലും ഇപ്പോൾ നമ്മൾ പുതിയത് മേടിച്ച് മാറ്റിയിട്ടാലും ചില കേസിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കും. അത്രയ്ക്കും എന്താ പറയുക, നമുക്ക് കോൺഫിഡൻസോടുകൂടി ചെയ്യാൻ പറ്റിയ വണ്ടിയല്ല ഇത് കേട്ടോ. അപ്പോൾ നിലവിൽ കാണുന്ന പ്രോബ്ലം ഞാനിപ്പോൾ സോൾവ് ചെയ്ത് വിടുന്നുണ്ട്. ആ ഓയിൽ സീലും മാറ്റുന്നുണ്ട്, ക്ലച്ച് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ക്യാം ഷാഫ്റ്റ് മാറ്റുന്നുണ്ട്, ക്യാം ചെയിൻ്റെ ടെൻഷനർ, ഹെഡ് കവർ ഗ്യാസ്കറ്റ്, മൗണ്ട് റബ്ബർ കാര്യങ്ങളൊക്കെ മാറ്റി സെറ്റ് ചെയ്യാം. പിന്നെ എൻജിൻ ഓയിൽ നല്ല രീതിയിൽ ലീക്കായി പോയിട്ടുണ്ട്. ഓയിൽ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ലെവലും കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓയിൽ ഊറ്റി നോക്കിയതാണ്. ഏകദേശം ഒരു 500 മില്ലി ഓയിലുണ്ട്. അപ്പോൾ ഓയിൽ മാറ്റി പുതിയത് ഫില്ല് ചെയ്യണതാണ് ബെറ്റർ കേട്ടോ. അതിനകത്തേക്ക് പഴയ ഓയിലിലേക്ക് പുതിയ ഓയിൽ ഫില്ല് ചെയ്യുന്നത് നല്ലത്. ഓയിൽ ഫുള്ളായിട്ട് മാറ്റുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ വണ്ടിയുടെ ഓയിൽ ചേഞ്ചൊക്കെ കറക്റ്റ് ടൈമിലല്ല. അതിൻ്റെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സൈഡിലൊക്കെ അഴുക്ക് വന്നിട്ട് ഇതേപോലെ അങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുക, കാർബൺ ചെളി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഓയിൽ ചേഞ്ച് കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഓരോ പണികളാണത്. അത് നമ്മൾ വിചാരിക്കും വണ്ടി ഓടുന്നില്ല, ഓട്ടം കുറവാണ്. പക്ഷേ ഡെയിലി യൂസേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടുന്നുണ്ട്. ഈ ഓയിൽ ഇപ്പോൾ കറക്റ്റായിട്ട് ഓയിൽ മാറുന്ന വണ്ടിയുടെയൊക്കെ അഴിക്കുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എൻജിൻ എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെയായിരിക്കും. കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിലുള്ളൂ. പക്ഷേ ഇതൊക്കെ നല്ല രീതിയിൽ കളറൊക്കെ മാറി കാർബണൊക്കെയാണ് ഈ കാണണം, മൊത്തം ചെളിയാണ്. ഇതിപ്പോൾ നമുക്ക് പുറമേ നിന്ന് കാണാവുന്ന ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. പക്ഷേ ഉള്ളിലത്തെ അവസ്ഥ എന്തായിരിക്കും? ഉള്ളിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻജിൻ ഫ്ലഷ് ചെയ്തിട്ട്, ഇപ്പോൾ ചെറിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ഫ്ലഷ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. തൽക്കാലം കാണുന്ന പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്തിടാം. പിന്നെ സമയാസമയങ്ങളിൽ ഓയിൽ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിയേക്കണത് കൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ, പുകയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയാണ് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അത് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻജിൻ സൗണ്ടുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കുകളാണ് നമ്മൾ ഇപ്പോൾ ചെയ്യണേ. പിന്നെ ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റണം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വേണം നമുക്കിനി സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ അതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ എൻജിൻ ഓയിൽ, ക്യാം ഷാഫ്റ്റ്, ടെൻഷനർ, അതേപോലെ കവർ ഗ്യാസ്കറ്റ്, മൗണ്ട് റബ്ബർ, ഓയിൽ സീലുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടാം കേട്ടോ. നാളെ വൈകിട്ടത്തേക്ക് നോക്കിയാൽ മതി. നാളെ വൈകിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, അതിനുള്ള പണിയുണ്ട്.